ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്നിരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റമളാൻ മാസം ലാസ്റ്റ് 29ാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ പക്കവടയാണ് കേട്ടോ. സാധാ പക്കവട പോലെ തന്നെ അതിലേക്ക് ചെമ്മീനും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു മുട്ടപ്പോള ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. പിന്നെ നാളെ പെരുന്നാളാണല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി ഞാൻ ഇന്ന് രാത്രി കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസും ഞാനിതിൽ പിന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ വീഡിയോ അല്ല, എന്നാലും കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. അപ്പം എന്താ പക്കവട ഞാൻ സാധാ പക്കവട ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിലേക്ക് പിന്നെ ചെമ്മീനും കൂടി പൊരിച്ചിട്ടിട്ട് അതും കൂടി പൊരിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ എന്താ മുട്ടപ്പോള ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇറാനിപ്പോളിൽ ചിക്കൻ ഇട്ടിട്ട് മസാല വെക്കുന്നത്, ഇതിലേക്ക് മുട്ട വെക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. സാധാ ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്ത് മസാല ആക്കിയിട്ട് അതിലേക്ക് മുട്ട വെക്കുന്നതാണ്. ഇത് ചായ പറിച്ച് മറിഞ്ഞു കേട്ടോ. അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അത് പറിച്ച് മറിഞ്ഞു. പിന്നെ മസാല ഇട്ട ശേഷം ഈ മുട്ട ഓഫാക്കിയിട്ട് മുട്ട പുഴുങ്ങി ഓഫാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. മുട്ട എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷമാണ് വിചാരിക്കുന്നത് ഇത് ഇങ്ങനെയല്ല തിരിച്ച് വെച്ച് കൊടുക്കണമായിരുന്നു എന്ന്. പിന്നെ സാരില്ല കൊണ്ടുപോകാനൊന്നല്ല, നമുക്ക് വീട്ടിൽ കഴിക്കാനല്ലേ എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ തിരിച്ച് വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ തിരിച്ച് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാവും. അങ്ങനെ പക്കവടയൊക്കെ പൊരിച്ചെടുത്തു. പിന്നെ ഇന്നൊക്കെ ഷമാമ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഷമാമ ജ്യൂസ് അടിച്ച് വെക്കുകയാണ്. പിന്നെ ക്യാരറ്റ് ഫുഡിങ്ങിന് വേണ്ടിക്കല്ലേ പുഴുങ്ങി വെക്കാൻ കേട്ടോ. കുറച്ച് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതവിടെ പുഴുങ്ങി വെക്കാൻ സമയം കിട്ടുമ്പോൾ ഓരോന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പെരുന്നാളിലേക്കുള്ളതാണ് കേട്ടോ. അങ്ങനെ സ്നാക്സൊക്കെ എല്ലാം നോമ്പൊരിക്കേണ്ട ജ്യൂസും ചായയും പിന്നെ സ്നാക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നോമ്പ് മുറിക്കാണ്. അന്ന് നോമ്പ് മുറിക്കാൻ ടൈം ആയിട്ടില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ മീൻ കറിയാണ് കേട്ടോ. ചെമ്മീനാണ്, ചെമ്മീൻ കറിയും വെക്കുന്നുണ്ട്. അതിന് പിന്നെ നോമ്പൊക്കെ മുറിച്ചു. പിന്നെ ഇത്തത്തേന് മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാത്തിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആയിട്ടോ ഫാത്തിക്കുട്ടി വീഡിയോയിൽ വരാത്തത്. അപ്പോൾ അവൾക്ക് വന്നപാടുന്ന് എൻ്റെ ഫോൺ വേണം കേട്ടോ. എൻ്റെ ഫോണിലേക്ക് കാത്തു വെച്ച് കൊടുക്കണം. ചെയ്യുന്നത് അവൾ പോക്കായി. അപ്പോൾ ഫോൺ മേടിച്ചപ്പോഴാണ് കേട്ടോ അവൾ കരയുന്നത്. ഒരു ഫുഡ് കഴിക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ചപ്പാത്തിയും പത്തലുമാണ് കേട്ടോ ഉണ്ടാക്കിയത്, ചെമ്മീൻ കറിയും. പിന്നെ ഇത് ഞാൻ രാവിലത്തേക്കുള്ള കറിയാണ് കേട്ടോ വെക്കുന്നത്. രാവിലത്തേക്ക് നാസ്തക്കേക്കുള്ള കറിയാണ് കേട്ടോ. പിന്നെ മട്ടൻ കറിയാണ്, അതൊക്കെ ആയിട്ടുണ്ട്. മട്ടനൊക്കെ കറിയെല്ലാം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ബീഫ് ബിരിയാണിക്ക് മസാലയും റെഡിയാക്കി വെക്കുകയാണ്. ഇതൊന്നും ഞാൻ വലുതായിട്ട് റെസിപ്പി പോലൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഒരു ഫുഡിങ് ഉണ്ടാക്കണം. പിന്നെ ചിക്കൻ കബാബിന് വേണ്ടിയൊക്കെ പുരട്ടി വെച്ചിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചാണ് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ഫ്രൈ ചെയ്ത് കൊടുക്കും. ക്യാരറ്റൊക്കെ ഞാൻ മുന്നേ പുഴുങ്ങി വെച്ചതാണ്. കുറച്ച് പാലും പഞ്ചസാരയും ഇട്ടിട്ട് നല്ല പോലെ ജ്യൂസ് അടിച്ചെടുക്കട്ടെ. തരിയൊന്ന് കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുക്കാം. പിന്നെ ചൈന ഗ്ലാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിക്ക് വെച്ചിട്ടുണ്ട്. പാല് പറിച്ചതിന് ശേഷം ഞാൻ ക്യാരറ്റ് അടിച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ജസ്റ്റ് പറിച്ചിട്ടില്ല, പാല് പതക്കണ്ട. ജസ്റ്റ് ചൂടായി തിള വരാൻ പോകുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഞാനിതാ ചൈന ഗ്ലാസ് ഒന്ന് അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി കുറച്ച് ചൂടാറിയ ശേഷം ഞാനിതാ ഫുഡിങ്ങിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ. പിന്നെ സീനു ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മയും ഞാനും സീനെല്ലാം ഉണ്ട് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം ഉമ്മ പത്തൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പത്തക്കൊക്കെ മുറിച്ച് തിന്നു. ഇതിന് കുറച്ച് തണുത്തതിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ പിസ്ത ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഫലൂദ ഉണ്ടാക്കുന്നുണ്ട്. ഫലൂദ പാല് പറിച്ചതിന് ശേഷം ഈ മിക്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, ഫലൂദ മിക്സ്. അതും കൂടി ഇട്ട് കൊടുത്ത് അത് കുറച്ച് തണിഞ്ഞതിന് ശേഷം അതും ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ രാവിലെ കുറച്ച് മുട്ടമാല ചുടാനുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്, നെയ്ച്ചോറ് വെക്കാനുണ്ട്. അതൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.